രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് കായംകുളത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള ഒരു പഴയ മനയുടെ പടി കടന്ന് ഒരാൾ നടന്നു വരികയായിരുന്നു. കറുത്ത കുപ്പായവും കഴുത്തിൽ വെള്ളി സ്ലീവയും കയ്യിൽ വിചിത്രമായ അടയാളങ്ങൾ കൊത്തിയ ഒരു തടിവടിയും. അത് കടമറ്റത്ത് കത്തനാരായിരുന്നു. അന്ന് ആകാശത്ത് നിലാവുണ്ടായിരുന്നില്ല. കരിമേഘങ്ങൾ ചന്ദ്രനെ വിഴുങ്ങിയ ആ രാത്രിയിൽ വവ്വാലുകളുടെ ചിറകടിയൊച്ചകൾ മാത്രം കേൾക്കാം. മനയുടെ മുറ്റത്തെത്തിയ കത്തനാർ ഒന്നു നിന്നു. വായുവിൽ അസ്വാഭാവികമായ ഒരു ഗന്ധം, ചീഞ്ഞളിഞ്ഞ മാംസത്തിൻ്റെയും കരിന്തിരി കത്തിയതിൻ്റെയും സങ്കരമായ ഒരു ഗന്ധം. മനയുടെ പൂമുഖത്ത് വിളറി വെളുത്ത മുഖവുമായി തമ്പുരാൻ ഇരിപ്പുണ്ടായിരുന്നു. കത്തനാർ തമ്പുരാന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. തമ്പുരാൻ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, "അച്ഛാ, അവിടുന്ന് വന്നത് നന്നായി. ഓരോ രാത്രി കഴിയുന്തോറും ഈ ചുവരുകൾക്കുള്ളിൽ നിന്ന് ആരുടെയൊക്കെയോ അട്ടഹാസങ്ങൾ കേൾക്കാം. എൻ്റെ അച്ഛൻ മരിച്ചതെങ്ങനെയെന്ന് ആർക്കും അറിയില്ല." കത്തനാർ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തൻ്റെ വടി തറയിലൂന്നി പൂമുഖത്തെ മൺചിറയിലെ തിരിയിലേക്ക് നോക്കി. കാറ്റില്ലാതെ തന്നെ ആ ജ്വാല ഇടത്തോട്ടും വലത്തോട്ടും ആടുന്നു. പെട്ടെന്ന് മുറ്റത്തെ മാവിലിരുന്ന ഒരു പക്ഷി ഭയാനകമായി കരഞ്ഞുകൊണ്ട് പറന്നുപോയി. "തമ്പുരാനെ, ഭയം നിങ്ങളുടെ നിഴലിനെ പോലും ശത്രുവാക്കും. ധൈര്യമായിരിക്കൂ," കത്തനാർ ശാന്തമായി പറഞ്ഞു. അദ്ദേഹം തൻ്റെ സഞ്ചിയിൽ നിന്നും അല്പം കുന്തിരിക്കമെടുത്ത് കനലിലിട്ടു. ആ പുക മനയുടെ ഓരോ കോണിലേക്കും പടരാൻ തുടങ്ങി. കത്തനാർ തൻ്റെ കണ്ണുകൾ അടച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടു. പെട്ടെന്ന് മനയുടെ തട്ടിൻപുറത്തു നിന്ന് ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചിഴയ്ക്കുന്ന ശബ്ദം കേട്ടു. ആരോ ചങ്ങലകൾ വലിച്ചിഴയ്ക്കുന്നു. തമ്പുരാനും കത്തനാരും മനയുടെ ഉള്ളിലേക്ക് കടന്നു. തട്ടിൻപുറത്തെ പലകകൾക്കിടയിലൂടെ രക്തം തുള്ളി തുള്ളിയായി താഴേക്ക് വീഴാൻ തുടങ്ങി. കത്തനാർ മുകളിലേക്ക് നോക്കി. ഓരോ തുള്ളി രക്തവും തറയിൽ വീഴുമ്പോൾ അവിടെ നീല നിറത്തിലുള്ള ഒരു പുക ഉയരുന്നു. "പുറത്തു വരൂ!" കത്തനാർ അലറി. പെട്ടെന്ന് മനയുടെ വാതിലുകൾ താനെ അടഞ്ഞു. നാലുപാടും ഇരുട്ട് പടർന്നു. ഇരുട്ടിനുള്ളിൽ രണ്ട് ചുവന്ന കണ്ണുകൾ കത്തനാർക്ക് നേരെ തിളങ്ങി. അതൊരു യക്ഷിയോ സാധാരണ ബാധയോ ആയിരുന്നില്ല. രൂപമില്ലാത്ത, ഇരുളിൽ ലയിച്ചു നിൽക്കുന്ന ഒരു ഭീകര സത്വം. "കടമറ്റത്തെ പാതിരി, നീ വൈകിപ്പോയി," ഒരു അശരീരി മുഴങ്ങി. ആ ശബ്ദം മനയുടെ ഭിത്തികളെ വിറപ്പിച്ചു. "നീ പണ്ട് തളച്ച ചോരക്കുടങ്ങൾ ഇതാ പൊട്ടിയിരിക്കുന്നു. നിന്റെ മന്ത്രവാദങ്ങൾക്കിനി എന്നെ തടയാനാവില്ല." കത്തനാർ തൻ്റെ മന്ത്രവടി ഉയർത്തി തറയിൽ ഉറപ്പിച്ചു ചവിട്ടി. ആ രൂപം ഒരു വലിയ മിന്നൽ പിണർ പോലെ മനയുടെ പുറത്തേക്ക് പോയി മനയെ വലം വയ്ക്കാൻ തുടങ്ങി. കത്തനാർ നോക്കുമ്പോൾ ആ നിഴൽ തിരികെ മനയിലേക്ക് ഇഴഞ്ഞു കയറുന്നു. അത് അതിശക്തവും ഒരു ചുഴലിക്കാറ്റ് പോലെയുമായിരുന്നു. കത്തനാർ മനസ്സിലാക്കി, ഇത് വെറുമൊരു ബാധയല്ല. താൻ വർഷങ്ങൾക്ക് മുമ്പ് നശിപ്പിച്ചെന്ന് കരുതിയ ഒരു ശത്രുവിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ വീണ്ടും വേര് പിടിച്ചിരിക്കുന്നു. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ചെറിയ വള്ളിക്കെട്ടഴിച്ചു. അതിനുള്ളിൽ മന്ത്രം ജപിച്ച ഒരു ആണിയുണ്ടായിരുന്നു. "യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ," കത്തനാർ ആത്മഗതമെന്നോണം പറഞ്ഞു. ആ രൂപം കത്തനാരുടെ മുന്നിലേക്ക് വന്നു. രൂപം കത്തനാരുടെ മുന്നിലേക്ക് വന്ന് ഭയാനകമായി അലറുകയും അട്ടഹസിക്കുകയും ചെയ്തു. പെട്ടെന്ന് വലിയൊരു മിന്നൽ പിണർ ആകാശത്തുണ്ടായി. ആ വെളിച്ചത്തിൽ ആ രൂപം അപ്രത്യക്ഷമായി. ആ സ്ഥാനത്ത് തമ്പുരാന്റെ മകൾ ബോധരഹിതയായി കിടക്കുന്നത് കത്തനാർ കണ്ടു. തമ്പുരാൻ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. "മകളെ, നിനക്ക് എന്തു പറ്റി? എന്തിനാണ് നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?" കത്തനാർ തൻ്റെ കുരിശുമാല കയ്യിലെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, "രാത്രിയുടെ രണ്ടാം യാമം തുടങ്ങുകയാണ്. മരണത്തിൻ്റെ മണം മനയെ പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞു. ഇനി യുദ്ധത്തിനുള്ള സമയമാണ്.